സമയങ്ങളെല്ലാം സത്യം പറഞ്ഞാൽ ഭയങ്കര പ്ലസൻ്റാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞാൽ മഴക്കാലമൊക്കെ തുടങ്ങിയതുകൊണ്ട് ഈവനിങ്സൊക്കെ ഭയങ്കര രസമാണ്. ഇന്ന് ഉച്ച കഴിഞ്ഞൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ വിട്ട് വരുന്ന മഴയല്ലേ, ഇടയ്ക്കിടയ്ക്ക് നല്ല പ്ലസൻറ്റ് ക്ലൈമറ്റ്. അപ്പോൾ തിരക്കൊന്നും ഇല്ലാത്ത സമയമാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ വന്ന് വൈകുന്നേരങ്ങളിൽ കാറ്റുകൊണ്ട്, പിന്നെ എൻ്റെ പട്ടിക്കുട്ടിയായിട്ട് കളിച്ചിങ്ങനെ ഇരിക്കാനും വലിയ ഇഷ്ടമാണ്. പിന്നെ അനുമോളും വിഷ്ണുവൊക്കെ ഉള്ള സ്ഥലത്തെങ്കിലും അവരുമൊക്കെ വരാൻ ജോയിൻ ചെയ്യാറുണ്ട്. ഈ റോസി എന്ന് പറയുന്നത് എൻ്റെ വലിയ പെറ്റാണ് കേട്ടോ, റോസി കുട്ടി. എനിക്ക് ജനറലി പറയുകയാണെങ്കിൽ എനിക്ക് ഈ പെറ്റ്സിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരു ഭയങ്കര നേച്ചർ ലവറാണ്. ചെടികളും പൂക്കളും ഫ്രൂട്ട്സ്, കൃഷിസ്ഥലങ്ങൾ, മൃഗങ്ങൾ എല്ലാത്തിനോടും ഒരു പ്രത്യേക ഇഷ്ടമാണ്. എല്ലാവർക്കും ഒരു വിചാരമുണ്ട് എനിക്ക് ഒട്ടും സമയമില്ലാത്ത ആളാണ്, ഞാൻ ഭയങ്കര തിരക്കിലാണ് എപ്പോഴും. പക്ഷെ എപ്പോഴും തിരക്കല്ല കേട്ടോ, എല്ലാം നമ്മളൊരു ടൈം മാനേജ്മെൻറ്റ് പോലെ ഇരിക്കും. നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സമയം കിട്ടും റിലാക്സ് ചെയ്യാൻ. അപ്പോൾ ഇപ്പോൾ എന്തായാലും ജോലിയെല്ലാം കഴിഞ്ഞ് ഓഫീസ് ടൈം എല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഇത് നല്ലൊരു സുഖകരമായ കാര്യമാണ്, റിലാക്സേഷൻ. പിന്നെ ഇപ്പോൾ കൂടുതലായിട്ടും നമ്മൾ വ്ളോഗിന് വേണ്ടിയൊക്കെയുള്ള കുക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ എടുക്കുന്നത് ഈവനിങ് ടൈമാണ്. ഈവനിങ് എന്ന് വെച്ചാൽ വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്താൽ ചിലപ്പോഴൊക്കെ രാത്രി വരെയൊക്കെ പോകും. അതാണ് ഞാൻ എൻ്റെ ക്ലോക്ക് ശരിയാക്കാണ്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്, ബാറ്ററി മാറ്റാത്തത്. കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും, രാത്രി 1 മണി 2 മണി വരെയൊക്കെ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമാവില്ലേ, അതുകൊണ്ടാണ് അങ്ങനെ ബാറ്ററി മാറ്റാത്തത്. പക്ഷേ അല്ലെങ്കിലും എക്സ്പെരിമെൻറ്റ്സിനെല്ലാം, കുക്കിംഗ് എക്സ്പെരിമെൻറ്റ്സിന് ഇപ്പോൾ മാജിക് ഓവന് വേണ്ടി പുതിയ ഡിഷസ് എല്ലാം കണ്ടെത്താനും എല്ലാം ഞാൻ ഈവനിങ്സ് രാത്രി കാലങ്ങളാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് രാത്രിയാകുമ്പോൾ ഭയങ്കര കാം ആൻഡ് ക്വയറ്റാണ്. പ്രത്യേകിച്ച് ഒരു 9 മണിക്ക് ശേഷമാണെങ്കിൽ എല്ലാവരും ഉറങ്ങുന്ന ഒരു സമയം 10 മണിയെല്ലാം കഴിഞ്ഞാൽ വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും കഴിയുമല്ലോ, അത് കഴിഞ്ഞിട്ട് നമ്മൾ റിലാക്സ് ചെയ്ത് ജോലി ചെയ്യാൻ പറ്റുന്നൊരു അന്തരീക്ഷം ഉണ്ടാവും. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടേ പുട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ. അപ്പോൾ പുട്ട് പലതരം പുട്ടുണ്ട്, അരിപ്പുട്ടുണ്ട്, ഗോതമ്പ് പുട്ടുണ്ട്, റവ പുട്ടുണ്ട്, ഇങ്ങനെ മൈദ പുട്ടുണ്ട്, പല ടൈപ്പ് ഓഫ് പുട്ടുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു പുട്ടെന്നുള്ളതല്ല, ഈ പറയുന്ന കാറ്റഗറിയിൽ കുറേയൊക്കെ ചെയ്ത് കാണിക്കാൻ പറ്റും. അത് ഏറ്റവും പെർഫെക്റ്റായിട്ട് നമുക്ക് എളുപ്പത്തിൽ കട്ടയൊന്നും കൂടാണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പം കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരുന്നിട്ട് നമ്മളുടെ കിച്ചണിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ പുട്ട് വീഡിയോസിലേക്ക് ഞാൻ കടക്കാൻ പോവുകയാണ്. എന്താ വെച്ചാൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്, സാധാരണ വീടുകളിലെല്ലാം കൂടുതലും അരിപ്പുട്ടാണ് അല്ലേ, അരിമാവ് വറുത്ത്, അതായത് വെള്ളത്തിൽ കുതിർത്ത് പൊടിച്ച് വറുത്തെടുത്തത്. അപ്പോൾ അത് എപ്പോഴും വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടാവും. നമ്മൾ മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ചിട്ട് വരും, എന്നിട്ട് വീട്ടിലാണ് വറുത്തെടുക്കുന്നത്. ചില മില്ലിലൊക്കെ ആണെങ്കിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അരി പൊടിച്ച് വറുത്ത് കിട്ടും. പക്ഷേ നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, വീട്ടിൽ തന്നെയാണ് വറുത്തെടുക്കുന്നത്. ആവശ്യാനുസരണം വറുത്തെടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ കിഴി കെട്ടി ഇത് തുണിയിലാക്കിയിട്ട് കിഴി പോലെ കെട്ടിയിട്ട് ആവിയിൽ കുറച്ച് നേരം സ്റ്റീം കയറ്റിയിട്ട് പിന്നെ അത് തുണിയിൽ തന്നെ ഇങ്ങനെ നിരത്തിയിട്ട് അതിൻ്റെ ചൂടൊക്കെ പോയി കഴിയുമ്പോഴും നമുക്കിങ്ങനെ വറുക്കാൻ പറ്റിയില്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു മാർഗ്ഗമാണത് പുട്ടിന് ചെയ്യുമ്പോൾ. അപ്പോൾ ആദ്യം നമുക്ക് പുട്ട് അരിപ്പൊടിയിൽ തന്നെ ചെയ്യാം അല്ലേ. അപ്പോൾ ഈ അരിപ്പൊടിയിൽ ഒരുപാടൊന്നും വേണ്ടല്ലോ, 1 കപ്പ് പോരെ. നമ്മളിപ്പോൾ കാണിച്ചു തരില്ലേ ഞാൻ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ 1 കപ്പ് മാവിൽ നമുക്ക് അരിപ്പുട്ട് തയ്യാറാക്കാം. അപ്പോൾ ഇത് 1 കപ്പ് മെഷർമെൻറ്റ് കറക്റ്റായിട്ട് നമ്മൾ എടുത്തിട്ട് ചെയ്യാം. പിന്നെ ഉപ്പൊക്കെ ഒരു അളവില്ല, ഒരു കൈ കണക്കാണ്. ഞാൻ സാധാരണ വെറുതെ ഇങ്ങനെ കുറച്ച് ഉപ്പ്, ആവശ്യാനുസരണം ഉപ്പ് നിങ്ങളുടെ പാകത്തിന് നോക്കിയിട്ട് ഇടാം. അപ്പോൾ ഉപ്പിൻ്റെ പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യും. ഇപ്പോൾ ഞാൻ എന്തായാലും ഒരു 1/2 കപ്പ് വെള്ളം എടുക്കുന്നു. ഇതിൽ നിന്ന് കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്യാം. കുറച്ച് കട്ടയൊക്കെ ഉണ്ടാവും, സാരമില്ല, നമുക്ക് അവസാനം പരിഹാരമുണ്ടാക്കാം. അപ്പോൾ എല്ലാം കൂടി ഒന്ന് ഒഴിക്കണ്ട, കുറേശ്ശെ നമുക്ക് ഒഴിക്കാം. ഏതാണ്ട് ഇപ്പോൾ 1/2 കപ്പും ഒഴിച്ച് കഴിഞ്ഞു. മാവിൻ്റെ ഒരു പാകം നോക്കിക്കോളൂ. ഇത് 1 കപ്പ് അരിപ്പൊടിക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തപ്പോൾ തന്നെ ഏകദേശം റെഡി ആയി എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മളിങ്ങനെ പുട്ടിൻ്റെ ഒരു പാകം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിച്ചിട്ട് വിടുമ്പോൾ ഇങ്ങനെ വരണം, അതാണ് അതിൻ്റെ ഒരു കണക്ക്. ഇനി ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതിന് ഉപ്പ് മതിയോ എന്നൊക്കെ വേണമെങ്കിൽ നോക്കാം നമുക്ക് കേട്ടോ. മതി ആവശ്യത്തിന് ഉപ്പുണ്ട്. ഞാൻ പച്ചമാവ് ഇപ്പോൾ കഴിച്ചു. അപ്പം നനവൊക്കെ കറക്റ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ആക്കിയിട്ട് വിടുമ്പോൾ ഇങ്ങനെ ഒരു ഉരുള പോലെ വന്നിട്ട് പിന്നെ നമുക്കിങ്ങനെ പൊടിക്കാൻ പറ്റണം. 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. ഇനി ഒരു 1/4 കപ്പ് വെള്ളം കൂടി എടുത്ത് വയ്ക്കുക. ഇച്ചിരി കൂടെ നനഞ്ഞാലും തെറ്റില്ല. 1/4 കപ്പും കൂടി എടുക്കാം. എന്നിട്ട് അത് കുറേശ്ശെ ഒഴിച്ച് വീണ്ടും ഒന്നുകൂടി കുറച്ചുകൂടി ഒന്ന് നനഞ്ഞോട്ടെ. ഈർപ്പമുള്ളത് നല്ലതാണ്. അപ്പോൾ ഏകദേശം 1/2 കപ്പും ഏതാണ്ട് 1.5 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു എന്ന് തന്നെ പറയാം.
അപ്പോൾ ഇച്ചിരി കട്ടയൊക്കെ വരണുണ്ട്. അതേ നോക്കൂ, കുറച്ച് കൂടുതലായിട്ട് നനഞ്ഞതുപോലെ തോന്നും. പക്ഷേ ഇതിൽ കുറച്ചൊക്കെ കട്ടയില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് കോൺഫിഡൻസ് കുറവ് വരില്ലേ. അപ്പോൾ ഈ കട്ട ഒട്ടും ഇല്ലാണ്ടാക്കണമെന്നുണ്ടെങ്കിലാണ് അടുത്ത ടെക്നിക്ക്. എന്താണ്, മിക്സിയിലേക്ക്. അപ്പോൾ കുറച്ച് അരിപ്പൊടി റെഡിയായിട്ട് അടുത്ത് തന്നെ ഉണ്ടാകുകയും വേണം, ഫ്രഷ് ആയിട്ടുള്ള. അതായത് കുറച്ച് അരിപ്പൊടി ഇതിനകത്തുണ്ട് എൻ്റെ കയ്യിൽ, അത് ഞാൻ അളന്ന് തന്നെ ചേർക്കുള്ളൂ. മിക്സിയിലേക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ ഇട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഏത് രീതിയിലാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് ഇതായി വരുന്നു, പക്ഷേ കുറച്ചൊരു എന്താ പറയുക, ഒരു വാട്ടറി പോലെ കുറച്ചുകൂടെ ഒരു ഈർപ്പം കൂടുതലായിട്ട് തോന്നുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അരിപ്പൊടി, ഒരു 3/4 കപ്പ് അരിപ്പൊടി ഇവിടെ ഉണ്ട്. അതിൽ നിന്നും ഞാനിപ്പോൾ 1 ടീസ്പൂൺ അരിപ്പൊടി എടുത്ത് അതും കൂടി ഇതിനകത്തേക്ക് ചേർത്തിട്ട് വീണ്ടും ഒന്ന് ബീറ്റ്. അപ്പോൾ അതിൻ്റെ ഈർപ്പം എങ്ങനെയാണ് കുറയ്ക്കുന്നതെന്നുള്ളതാണ്. മതിയോ എന്നാണ് നോക്കേണ്ടത്. ഇനി 1 ടീസ്പൂണും കൂടി വറുത്ത അരിപ്പൊടി. അപ്പോൾ ഒരു ബൗളിലേക്ക് പകുതിയോളം എടുത്തു ഞാൻ മാവ്, എന്നിട്ടാണ് ഇങ്ങനെ ചെയ്യുക. വീണ്ടും ഒന്ന് ഇട്ട് ഇനി ഇതാ ഞാനിവിടെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമ്മൾ 2 ടീസ്പൂൺ വറുത്ത അരിപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് വീണ്ടും ബീറ്റ് ചെയ്തത്. അപ്പോൾ അത് കറക്റ്റായിട്ട് വന്നു. അപ്പോൾ കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലൊരു പൗഡർ ഫോമിൽ കിട്ടി. ഇനി ബാക്കിയിരിക്കുന്ന ഈ നനച്ച മാവും ഇതേപോലെ തന്നെ അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ മാവ് നനച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞിട്ട് അതേ നോക്കിക്കോളൂ, ഇത് കറക്റ്റ് കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല മാവായിട്ട് വരും. ഇങ്ങനെ നമ്മൾ നനച്ചെടുത്ത് കഴിഞ്ഞാൽ മാവ് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഇങ്ങനെ ഇരിക്കുന്നതിൽ തെറ്റില്ല. അതൊന്ന് നല്ലതായിട്ട് പൊലിക്കും എന്ന് വെച്ചാൽ നന്നായിട്ട് എന്താ പറയുക, അതിന് കുതിർന്ന് കുറച്ചുകൂടി ഒരു വോളിയമൊക്കെ കിട്ടും, ടെക്സ്ചറും ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ അത് ഒരു സൈഡിലിരിക്കട്ടെ. ഇനി ഇതിൽ വേറെ ഒന്നുമില്ല, തേങ്ങയും കൂടി ചേർത്തിട്ട് നമ്മൾ പുട്ടുകുറ്റിയിലേക്ക് മാറ്റി വരാം. ഞാൻ പുട്ടുകുറ്റി എടുത്തിട്ട് വരാം, കൊടവും കുറ്റി. പുതിയ അടുക്കള എല്ലാം പുതിയതാണ്, ഇതൊക്കെ പുതിയതാണ്. പുതിയ പുട്ടുകുറ്റി കിട്ടിയിട്ടുണ്ട്, ഞാൻ കഴുകി വെച്ചിരിക്കുമായിരുന്നു. വെള്ളം ചൂടാകട്ടെ, അതാണ് ഒരു കാര്യം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ലെയർ തേങ്ങ തന്നെയാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ധാരാളം തേങ്ങയിട്ടുണ്ടാക്കുന്നതാണ് ഇഷ്ടം പുട്ട്. അത് സ്വാദ് കൂട്ടും എന്നാണ് എൻ്റെ അഭിപ്രായം. ഇടയ്ക്കിടയ്ക്ക് തേങ്ങ കൂടുതൽ കൊടുക്കുന്നത്. ഇനി ഇതിലേക്കാണ് നമ്മൾ മാവ്, നനച്ച മാവ് എടുത്തിടാം. 2 എന്താ പറയുക, ഡിവിഷൻ 2 മതി. അതായത് ഇത്രയുള്ള 2 കുറ്റിയായിട്ട് നമുക്ക് എടുക്കാം. ഒരു കുറ്റിക്കകത്തുനിന്നും 2 കഷ്ണം പുട്ട്. അപ്പോൾ നടുക്ക് ഇതുപോലെ തേങ്ങ ഇട്ടു, വീണ്ടും മാവ് നിറയ്ക്കുന്നു. ഇനി ഏറ്റവും മുകളിലായിട്ട് എഗെയിൻ തേങ്ങ. എല്ലാ സ്ഥലത്തും ഒരുപോലെ തേങ്ങ കിട്ടില്ല, കിട്ടും, ഭയങ്കര കോസ്റ്റ്ലിയാണ്. പിന്നെ ചില സ്ഥലങ്ങളിൽ മാത്രമേ കിട്ടുള്ളൂ, ചില സൂപ്പർ മാർക്കറ്റ്സിലേ കിട്ടുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചും വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് പറഞ്ഞാൽ ഡ്രൈഡ് ആയിട്ടുള്ള തേങ്ങയാണ്, ഉണങ്ങി എന്താ പറയുക, ചിരകി ഉണക്കിയതുപോലെ ഇരിക്കും. അത് ഉപയോഗിക്കുകയാണെങ്കിൽ, ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. അത് വേണമെങ്കിൽ കുറച്ച് നേരം, ഇപ്പോൾ സ്റ്റീമിങ്ങിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അല്ല തേങ്ങ അതിന് പകരം അത് തന്നെ ഇടാം. അല്ല കറികൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇച്ചിരി നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് കിട്ടും, അരയ്ക്കാനൊക്കെ ആണെങ്കിൽ. നമുക്കിനി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു അളവിൽ നിന്നും ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരു 2 കുറ്റി പുട്ടോളം കിട്ടും. അപ്പോൾ പുട്ടിൽ നല്ല ആവിയൊക്കെ വരുന്നുണ്ട് ഒരു സൈഡിൽ. അപ്പോൾ പുട്ട് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഗോതമ്പ് പുട്ട് നമുക്കൊരു, ഞാനൊരു കണക്ക് പറഞ്ഞു തരുന്നത്, ഒരു 2 കപ്പ് ഗോതമ്പ് മാവിൽ ചെയ്യുന്ന കാര്യം പറഞ്ഞുതരാം. 2 cups ഓഫ് വീറ്റ് ഫ്ലവർ, ഗോതമ്പ് മാവ്. ചില ആൾക്കാർക്ക് ഗോതമ്പ് പുട്ടാണ് ഇഷ്ടം. എൻ്റെ ഹസ്ബൻഡിന് ശരിക്കും പറഞ്ഞാൽ ഗോതമ്പ് പുട്ടാണ് ഇഷ്ടം അരിപ്പുട്ടിനെക്കാട്ടിലും. എനിക്ക് 2 പുട്ടും ഓക്കെയാണ്. അരിപ്പുട്ടാണെങ്കിൽ
ഞാൻ പഞ്ചസാര കൂട്ടി കഴിക്കാനാണ് എനിക്ക് കൂടുതലിഷ്ടം. അല്ലെങ്കിൽ അരിപ്പുട്ടിൻ്റെ കൂടെ ഞാൻ സാധാരണയായിട്ട് മീൻ കറിയോ തലേ ദിവസത്തെ മീൻ കറി വെച്ചത് വറ്റിച്ചതുണ്ടെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഫിഷ് ഫ്രൈയും പുട്ടും കൂട്ടി കഴിക്കാൻ ഇഷ്ടമാണ്. അങ്ങനത്തെ കോമ്പിനേഷൻ. അതുപോലെ ഒരുപാട് ആൾക്കാർ അങ്ങനെ ഉണ്ടാവില്ലേ, അരിപ്പുട്ടിനെക്കാട്ടി ഇഷ്ടം ഗോതമ്പ് പുട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അടുത്ത ഐറ്റം. എന്തായാലും ഗോതമ്പ് മാവ് പാക്കറ്റിൽ തന്നെ ഇരിക്കുവാണ്, ഞാൻ പൊട്ടിച്ച് വെച്ചില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു നല്ല ബ്രാൻഡ് വാങ്ങിക്കുക. അതിന് പ്രത്യേകിച്ച് 2-3 ബ്രാൻഡ്സ് നല്ലത് മാർക്കറ്റിൽ കിട്ടും. ലൂസ് ബ്രാൻഡ്സ് വാങ്ങിക്കാതെ ബ്രാൻഡഡ് ആയിട്ടുള്ളത് വാങ്ങുക. അല്ലെങ്കിൽ നമ്മൾ ഗോതമ്പ് വാങ്ങിച്ച് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുക്കുക, കഴുകി ഉണക്കുക, എന്നിട്ട് പൊടിച്ചെടുക്കുക. മില്ലിൽ കൊടുത്താൽ പൊടിച്ച് കിട്ടും. അത് ശരിക്കും തനി വീറ്റാണ്, നല്ല വീറ്റ് ശരിക്കുള്ള ഒരു ഗോതമ്പ് മാവായിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ വാങ്ങുന്നതൊക്കെ ഇനി എത്ര നല്ലതെന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് മൈദ മിക്സ് ഉണ്ടെന്നുള്ളതാണ് സത്യം. അങ്ങനെ വലിയ മധുരമൊന്നും ഉണ്ടാവില്ല. എങ്കിലും 1 ടീസ്പൂൺ പഞ്ചസാര ഇടുന്നത് നല്ലതാണ്. വേണ്ടെങ്കിൽ വേണ്ട, അത് ആ ഭാഗം ഉപേക്ഷിക്കുക. വേണ്ടാന്ന് വിചാരിച്ചാൽ മതിയല്ലോ, പഞ്ചസാര ചേർക്കണ്ട. പക്ഷേ ഞാൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അതുപോലെ കാണിക്കുന്നതേ ഉള്ളൂ. ഉപ്പ് വേണമെങ്കിൽ അതിൽ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഇടാം, അല്ലെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ. പിന്നെ ഞാനിപ്പോൾ മാവിൻ്റെയൊക്കെയാണ് ഡയറക്റ്റ് ഉപ്പ് ചേർത്തിരിക്കുന്നത്. കുഴപ്പമില്ല, എങ്ങനെയാണെങ്കിലും പ്രശ്നമില്ല. ഇനി ഒരു തടിയും കൂടി എടുത്ത് വയ്ക്കാം. മിക്സി വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ, ഇപ്പോൾ വെള്ളം തിളച്ചു, നല്ല തിള വന്നു തുടങ്ങി. ഇനി ഇത് ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം നോക്കൂ, ഈ മാവിനകത്തേക്ക് ഒഴിച്ചിട്ടൊന്ന് ഇളക്കണം. ഹോട്ട് വാട്ടർ, ബോയിലിംഗ് വാട്ടറാണ്, വെറും ഹോട്ട് വാട്ടർ അല്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗോതമ്പ് മാവ് കുറച്ച് വേകുന്ന പോലെ ഒരു മണം വരുന്നുണ്ട്. അതിനൊരു വെന്ത മണം, കുക്ക്ഡ് സ്മെൽ. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആ ചൂടുവെള്ളം, തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം മിക്സ് ആവണം. നോക്കൂ, നല്ല കുഴഞ്ഞ ഭാഗമല്ലേ. ഇതുകൊണ്ട് എങ്ങനെയാണ് ഇനി പുട്ടുണ്ടാക്കുന്നതല്ലേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതുകൊണ്ട് എങ്ങനെ ഞാൻ ഈ പുട്ടുണ്ടാക്കാൻ പറ്റും കട്ടയില്ലാണ്ട്? നോക്കിക്കോളൂ, ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലാണ് നമ്മളിനി പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ഒരല്പം നേരം തണുക്കാനായിട്ട് വയ്ക്കുന്നു. ഇരിക്കട്ടെ, വേണമെങ്കിൽ ഒരു പാത്രം കൊണ്ട് അടച്ചങ്ങ് വയ്ക്കാം. ഇച്ചിരി ഒന്ന് തണുക്കട്ടെ. അപ്പോൾ നമ്മുടെ അരിപ്പുട്ടിനെ ഞാൻ ഒരു സൈഡിലേക്ക് തൽക്കാലം മാറ്റി വയ്ക്കുന്നു. ഇതോടെ ഇരിക്കട്ടെ, അടച്ച് വയ്ക്കാം. ഇനി ഒരല്പം മാവ് എടുത്ത് വയ്ക്കാം, എക്സ്ട്രാ. നമ്മൾ നേരത്തെ അരിപ്പൊടി എടുത്ത് വെച്ചിരുന്ന പോലെ എക്സ്ട്രാ എടുത്ത് വയ്ക്കുന്നതാണ്. ഒരു 6 ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവ്. ഇത് നമുക്ക് പിന്നീട് ചേർക്കാനാണ്. 6 ടേബിൾ സ്പൂൺ വീറ്റ് ഫ്ലവർ. അപ്പോൾ ഇപ്പം നമ്മളുടെ കുഴച്ച് വെച്ച മാവ് തണുത്തിട്ടുണ്ട്. ഒരുവിധം നന്നായിട്ട് തണുത്തിട്ട് വേണം തുടങ്ങാൻ. അപ്പോൾ ഏതാണ്ട് കൂളായി. അപ്പോൾ നമുക്ക് കുറേശ്ശെ ഇട്ടിട്ട് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇച്ചിരി ഇടുമ്പോൾ അതിനനുസരിച്ചിട്ട് ഗോതമ്പ് മാവ് 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ ചേർത്താൽ മതിയാകും.
എത്ര കുറ്റി ഉണ്ടാക്കാൻ പറ്റുമെന്നറിയോ ഇതിൽ നിന്നും. ഇപ്പോൾ 2 കപ്പ് മാവാണല്ലോ. വെള്ളം തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഞാൻ അടുപ്പ് കത്തിച്ച് കൊടുത്തിരുന്നു. ആവി വന്നു കഴിഞ്ഞ് വീണ്ടും 2-3 മിനിറ്റ് സമയം കൊടുക്കണം. നന്നായിട്ട് ആവി കയറി കുറേ ആവി വരുമ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത്. എൻ്റെ ഒരു കണക്ക് ശരിയാണെങ്കിൽ ഇതിൽ നിന്നും ഏകദേശം 2-3 ഏതാണ്ട് ഒരു 3.5-4 കുറ്റി പുട്ട് ഉണ്ടാക്കാൻ പറ്റും. ഓൾമോസ്റ്റ് 4 കുറ്റി ധാരാളം. വേണമെങ്കിൽ ഇനി അടുത്ത പുട്ടിന് വേണ്ട കാര്യം കൂടെ റെഡിയാക്കാം. അടുത്ത നമ്മൾ മൈദ പുട്ടാണ് ഉണ്ടാക്കാൻ പോകണം. മൈദ മാവിൽ ഓൾമോസ്റ്റ് സെയിം പ്രൊസീജിയറാണ്. ഗോതമ്പ് പുട്ടിനെക്കാട്ടിലും ടേസ്റ്റ് ആയിരിക്കും മൈദ പുട്ട്. പക്ഷേ മൈദ എങ്ങനെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാറില്ല. എങ്കിലും മൈദ മാവിലാണല്ലോ നമ്മൾ പൊറോട്ട ഉണ്ടാക്കുന്നത്. പക്ഷേ ഇടയ്ക്കൊക്കെ കഴിച്ചാൽ ആൾക്കാർക്ക് ഇഷ്ടമാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഗോതമ്പ് മാവ് ഒരു ദിവസം വീട്ടിലില്ല, മൈദ മാവേ ഉണ്ടായിരുന്നുള്ളൂ, അരിമാവും ഇല്ലയെന്ന് വരുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുമ്പോൾ ഒരു പാക്കറ്റ് മൈദാമാവ് ഇരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ടിന്നിൽ മൈദാമാവ് ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചെയ്യാമല്ലോ. അപ്പോൾ ഈ മൈദ പുട്ടും ഭയങ്കര സോഫ്റ്റാണ്, ഈവൻ ഗോതമ്പ് പുട്ടിനെക്കാട്ടിലും കൂടുതൽ. അതും 1 കപ്പ് വെള്ളം ഞാൻ തിളയ്ക്കാനായിട്ട് വെച്ചു. ആദ്യം നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതിനകത്ത് ഇടുന്നു. വെള്ളത്തിനകത്തേക്ക് അതിൻ്റെ കൂടെ പഞ്ചസാര തിളയ്ക്കാറാകുമ്പോൾ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കും. ഇനി മൈദാമാവ് എടുത്ത് വയ്ക്കാം അതൊരു ബൗളിലേക്ക്. അപ്പോൾ കുറച്ച് മൈദാമാവ് അളന്നെടുക്കാം. 2 കപ്പ് സെയിം മെത്തേഡ്. 1 2 വെള്ളം തിളച്ചു ഓൾമോസ്റ്റ്. 1 ടീസ്പൂൺ പഞ്ചസാര ഞാൻ അതിലേക്ക് ചേർക്കുന്നു. ഉപ്പ് നേരത്തെ ചേർത്ത് കഴിഞ്ഞല്ലോ. പഞ്ചസാര നന്നായിട്ട് തിളക്കട്ടെ. ഇവിടെയും നമ്മൾ കുറച്ച് മൈദാമാവ് എടുത്ത് വയ്ക്കുകയും വേണം. അത് നമുക്കിത് കുഴച്ച് കഴിഞ്ഞിട്ട് എടുത്ത് വയ്ക്കാം. വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് തുടങ്ങി. നോക്കിക്കോളൂ, പഞ്ചസാരയും നന്നായിട്ട് അലിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്യാം. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ നമ്മൾ മൈദാമാവിലേക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന 1 കപ്പ് വെള്ളം നന്നായിട്ടൊന്ന് തണുക്കട്ടെ. തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ്. എന്തായിരുന്നു ആ പ്രോസസ്സ്? കുറച്ച് മൈദാമാവ് എടുത്ത് വയ്ക്കണം. ഒരു 6-7 ടേബിൾ സ്പൂൺ മൈദാമാവ്. അപ്പോൾ നമ്മൾ 7 ടേബിൾ സ്പൂൺ എടുത്ത് വയ്ക്കാം. ആവശ്യാനുസരണം ചേർക്കാം. അത് ഞാൻ അളന്ന് വയ്ക്കുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് 7 ടേബിൾ സ്പൂൺ വേണ്ടി വരുമായിരിക്കും. നമുക്ക് നോക്കാം. ഏതാണ്ട് 6 മുതൽ 7 ടേബിൾ സ്പൂൺ വേണ്ടി വരും. അപ്പോൾ അതൊരു സൈഡിലിരിക്കട്ടെ. അപ്പോൾ ഇതൊരു സൈഡിലിരിക്കട്ടെ തണുക്കാനായിട്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ പുട്ട് റെഡിയാണ്. ഞാൻ തീ ഓഫ് ചെയ്തു. നമ്മുടെ ഗോതമ്പ് പുട്ടിനെയും കൂടി ഇതുപോലെ കുത്തിയിടാം. വീണ്ടും നമ്മൾ നല്ല സോഫ്റ്റ് നമ്മുടെ പുട്ടുപൊടി. ഇനി മേളിലായിട്ട് കുറച്ച് തേങ്ങ. ഏറ്റവും എളുപ്പത്തിൽ ഒരു വീട്ടമ്മയ്ക്ക് എങ്ങനെ ചെയ്യാം? ഇങ്ങനെ തന്നെ ചെയ്താൽ മതി.
അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഓഫീസിൽ പോവുകയാണെങ്കിലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. രാവിലെ ഗോതമ്പ് പുട്ടാണെങ്കിൽ ഇങ്ങനെ, അരിപ്പുട്ടാണെങ്കിൽ ഇങ്ങനെ, പിന്നെന്താ മൈദാപ്പുട്ടാണെങ്കിലും ഇങ്ങനെ തന്നെ, അങ്ങനെയൊക്കെ ചെയ്യാം. ഈ സിമ്പിളായിട്ടുള്ള റെസിപ്പീസ്, നമ്മുടെ ഡേ ടു ഡേ ആവശ്യത്തിനുള്ള റെസിപ്പീസ് എല്ലാം എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്നുള്ള ഒരു ഐഡിയ കൊടുക്കാനാണ്. അപ്പോൾ പുട്ട് നമ്മുടെ ഒരു പ്രധാന കാര്യമാണ്. പുട്ട് കേരളത്തിൻ്റെ തനതായ വിഭവമൊന്നും അല്ല കേട്ടോ, ഒക്കെ വരുത്തരാണ്. അപ്പോൾ പോർച്ചുഗീസുകാരൊക്കെ വന്നു പോയപ്പോഴാണ് നമുക്ക് പുട്ട് കിട്ടിയത്, സ്റ്റീംഡ് റൈസായിട്ട് വന്നത്. എന്തായാലും വെറൈറ്റി ഓഫ് പുട്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല വ്ളോഗ്സുമായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള, നിങ്ങൾക്ക് പ്രയോജനമുള്ള കുക്കിംഗ് വ്ളോഗ്സുമായിട്ടായിരിക്കും ഞാൻ വരുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എനിക്ക് വലിയ സന്തോഷമുണ്ട് നിങ്ങൾ തരുന്ന സപ്പോർട്ടിൽ. ഇത്ര വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടും കമൻസും എനിക്കറിയില്ല, സത്യം പറഞ്ഞാൽ എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്നത് കാണുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര സന്തോഷമാണ്. എനിക്ക് മനസ്സ് നിറഞ്ഞാണ് ഞാനിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൽ ഓരോ പ്രാവശ്യം വരുമ്പോഴും സംസാരിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു, എങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ്, കൂടുതൽ സന്തോഷമാണ്. ആൻഡ് ബെൽ ഐക്കൺ നിങ്ങൾ പ്രസ് ചെയ്യുക. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടാൻ സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.